കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ചരിത്രം കൂടിയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും മാറ്റിമറിച്ചുകൊണ്ട് തെരുവുകളിൽ നടത്തുന്ന പോരാട്ടങ്ങൾ പലപ്പോഴും നിയമസഭയ്ക്കുള്ളിലെ വാക്പോരുകളായും വൻ വിവാദങ്ങളായും മാറാറുണ്ട്. അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തെയും സോഷ്യൽ മീഡിയയും ഒരുപോലെ ഇളക്കിമറിച്ച ഒന്നാണ് ജലപീരങ്കിയിൽ പോലീസ് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരത്തെ ചൊല്ലിയുള്ള തർക്കം. സമരക്കാരെ പിരിച്ചുവിടാൻ പോലീസ് മലിനജലവും കക്കൂസ് മാലിന്യവും കലർന്ന വെള്ളവും ഉപയോഗിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം നിയമസഭയിൽ വരെ എത്തിയപ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറി. ഇതിന്മേൽ ഭരണ പ്രതിപക്ഷ യുവജന നേതാക്കൾ തമ്മിൽ നടത്തിയ വാക്പോരുകൾ കേരളത്തിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. വിവാദങ്ങൾക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. CPIയുടെ യുവജന സംഘടനയായ AIYF, വിദ്യാർത്ഥി സംഘടനയായ AISF സംയുക്തമായി നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചാണ് വലിയ സംഘർഷത്തിൽ കലാശിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളുടെ ഭാഗമായി PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിദ്യാഭ്യാസ മേഖലയിലെ മറ്റു ചില അവഗണനകളും ഉയർത്തിക്കാട്ടിയാണ് ഇടത് യുവജന സംഘടനകൾ തെരുവിലിറങ്ങിയത്. പ്രതിഷേധക്കാരെ പ്രതിരോധിക്കാൻ പോലീസ് നഗരത്തിലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് മുന്നിൽ ശക്തമായ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ആവേശഭരിതരായി എത്തിയ നൂറുകണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുകയും പോലീസിന് നേരെ തിരിയുകയും ചെയ്തു. ഇതോടെയാണ് സമരക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാൻ തീരുമാനിച്ചത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. സാധാരണഗതിയിൽ ജലപീരങ്കി പ്രയോഗിച്ചാൽ സമരക്കാർ പിരിഞ്ഞു പോവുകയാണ് പതിവ്. എന്നാൽ ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ജലപീരങ്കി ഏറ്റതിനു ശേഷം ശരീരമാസകലം കടുത്ത ചൊറിച്ചിലും അസ്വസ്ഥതകളും അനുഭവപ്പെടാൻ തുടങ്ങി. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ജലപീരങ്കിയുടെ തുടക്കത്തിൽ പൈപ്പിലൂടെ വന്നത് കട്ട ചെളിയായിരുന്നു. അതിനുശേഷം മഞ്ഞ നിറത്തിലുള്ള മലിനമായ വെള്ളമാണ് തങ്ങളുടെ ദേഹത്തേക്ക് അടിച്ചത്. കക്കൂസ് മാലിന്യവും രാസവസ്തുക്കളും കലർന്ന വെള്ളമാണോ പോലീസ് തങ്ങളെ നേരിടാൻ ടാങ്കറിൽ കൊണ്ടുവന്നതെന്ന സംശയം സമരക്കാർ പരസ്യമായി പ്രകടിപ്പിച്ചു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തെ പോലും അപകടത്തിലാക്കുന്ന രീതിയിൽ ഇത്തരം മലിനജലം ഉപയോഗിച്ചതിനെതിരെ വലിയ ജനരോക്ഷം ഉയർന്നു. സമരക്കാരെ പിന്തുണച്ചുകൊണ്ട് തൃശൂർ ഒല്ലൂർ MLA ആയ K രാജൻ ശക്തമായി രംഗത്ത് വന്നു. പോലീസിന്റെ നടപടിയെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ചെളിവെള്ളം പ്രയോഗിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും സർക്കാർ ഇതിന് മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെരുവിൽ നടന്ന ഈ സമരം തൊട്ടടുത്ത ദിവസം നിയമസഭയും പ്രകോപിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിലെ ഈ വിഷയം വളരെ വൈകാരികമായും ശക്തമായും ഉന്നയിച്ചു. വെറുമൊരു ആരോപണത്തിൽ ഒതുക്കാതെ കൃത്യമായ തെളിവുകളോടെയാണ് അദ്ദേഹം സഭയിലെത്തിയത്. സമരസ്ഥലത്തു നിന്നും റോഡിൽ വീണ ജലപീരങ്കിയിലെ വെള്ളം ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ശേഖരിച്ച് അത് സഭയ്ക്കുള്ളിൽ ഉയർത്തിക്കാട്ടിയാണ് പിണറായി വിജയൻ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത്. ഒരു ഭരണകൂടം സമരക്കാരെ നേരിടാൻ ഇത്രയും മലിനമായ വെള്ളം ഉപയോഗിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം വാദിച്ചു. മെട്രോ വാർത്തയിലെ ചീഫ് ഫോട്ടോഗ്രാഫറായ KB ജയചന്ദ്രൻ പകർത്തിയ ചിത്രങ്ങൾ ഈ വിവാദത്തിന് വലിയ ആയുധമായി മാറി. റോഡിൽ വീണ വെള്ളം ഒരു പ്രവർത്തകൻ കുപ്പിയിലാക്കുന്നതും ആ കുപ്പിയുമായി MLA രാജൻ സഭയിലേക്ക് പോകുന്നതും തുടർന്ന് പിണറായി വിജയൻ അത് സഭയിൽ ഉയർത്തിക്കാട്ടുന്നതുമായ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. പ്രതിപക്ഷത്തിന്റെ കടുത്ത ആഞ്ഞടിക്കലിന് മുന്നിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സഭയിൽ സർക്കാരിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. കേരളത്തിൽ ആദ്യമായല്ല സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പോലീസ് ഉപയോഗിച്ച വെള്ളത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തത വരുത്തി. വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഔദ്യോഗികമായി എടുത്ത വെള്ളമാണ് ജലപീരങ്കിയിൽ ഉപയോഗിച്ചത്. എന്നാൽ വർഷങ്ങളായി വൃത്തിയാക്കാത്ത പഴയ കാലത്തെ ടാങ്കറുകളിൽ സൂക്ഷിച്ച വെള്ളമായതുകൊണ്ടാകാം അതിന് മലിനമായ നിറം വന്നത്. എങ്കിലും പ്രതിപക്ഷത്തിന്റെ ആശങ്ക കണക്കിലെടുത്ത് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കുപ്പിയിലെ വെള്ളം രാസപരിശോധനയ്ക്കായി ലബോറട്ടറിയിലേക്ക് അയക്കുമെന്നും ആഭ്യന്തരമന്ത്രി സഭയ്ക്ക് ഉറപ്പ് നൽകി. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ ജാഗ്രത പുലർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സംഭവവികാസങ്ങൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിരോധവും പരിഹാസവുമായി രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ ഇടത് നേതാക്കൾക്കെതിരെ കടുത്ത ഭാഷയിൽ രംഗത്തു വന്നു. റോഡിൽ വീണ വെള്ളം കുപ്പിയിലാക്കി അത് ജലപീരങ്കിയിലെ വെള്ളമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച കുപ്പി നാടകത്തെ രാഹുൽ പരിഹസിച്ചു. രാജനും വിജയനും ഒക്കെ എത്ര വലിയ കള്ളന്മാരാണ് എന്നതിന് ഇതിനും വലിയ തെളിവ് വേണം. റോഡിൽ വെള്ളം വീണാൽ ചെളിവെള്ളം അല്ലാണ്ട് പിന്നെ സോഡാ സർബത്താകുമോ? പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ലാത്തി ചാർജും ജലപീരങ്കിയും നേരിട്ടത് തങ്ങളാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഹുൽ മറ്റൊരു പോസ്റ്റും പങ്കുവച്ചു. നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളെ ദേഹത്തടിച്ച ജലപീരങ്കിയിലെ വെള്ളം പനിനീരോ മിനറൽ വാട്ടറോ അല്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ വസ്ത്രത്തിന്റെ നിറം മാറിയത് പോലീസിന്റെ ലാത്തിയും ഗ്രനേഡും ഏറ്റുവാങ്ങി ചോര വീണതുകൊണ്ടായിരുന്നു. 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി തെരുവിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഇടത് സംഘടനകൾക്ക് ഇത് ചൊറിച്ചിൽ, അതങ്ങ് ശീലമായിക്കോളും എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം. ചുരുക്കത്തിൽ ഈ വിവാദം കേരള രാഷ്ട്രീയത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെ ഒന്നിച്ചു ചേർത്ത് വെച്ച ഒരു സങ്കര വാർത്തയാണ്.
പഴയൊരു UDF ഭരണകാലത്തെ അന്ന് പ്രതിപക്ഷത്തായിരുന്ന LDF നേതാക്കൾ ജലപീരങ്കിലെ വെള്ളത്തിന്റെ പേരിൽ നടത്തിയ യഥാർത്ഥ സമരവും സഭയിലെ പ്രതിഷേധവും ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായും PM ശ്രീ പദ്ധതിയുമായും കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. കാലം എത്ര കഴിഞ്ഞാലും ഭരണപക്ഷത്തിരിക്കുമ്പോൾ പോലീസിന്റെ നടപടികളെ ന്യായീകരിക്കുകയും പ്രതിപക്ഷത്താകുമ്പോൾ അതേ പോലീസിനെതിരെ തെരുവിൽ കുപ്പിവെള്ളവുമായി സമരം ചെയ്യുകയും ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിലെ സ്ഥിരം കാഴ്ചയാണ്. ജലപീരങ്കിയിലെ ചെളിവെള്ളം ഇന്നും സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ ആയുധമായി തിളച്ചുമറിയുന്നതും അതുകൊണ്ടാണ്.